മരുമകൾ പത്മജയും മകൻ വിജേഷും തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. പത്മജ നമസ്കാരം, വിജേഷ് നമസ്കാരം. പത്മജ, ഈ അച്ഛൻ മരിക്കുന്നതിന് മുൻപാണോ ഈ കത്ത് നിങ്ങളെ ഏൽപ്പിക്കുന്നത്, അതോ മരിച്ചു കഴിഞ്ഞാണോ നിങ്ങൾ ഈ കത്ത് കണ്ടെത്തുന്നത്? മരിച്ചതിന് ശേഷമാണ് നമ്മളിത് കാണുന്നത്. അച്ഛൻ ഇത് പക്ഷെ കുറേ ആയിട്ട് എഴുതി വെക്കുന്നുണ്ട്. ഇവിടെ ജോലിക്ക് നിൽക്കുന്ന ആളൊക്കെ പറയുന്നുണ്ടായിരുന്നു പകലിങ്ങനെ ഇരുന്ന് എഴുതാറുണ്ട് എന്ന്. പക്ഷെ അച്ഛൻ അന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, എന്താ എഴുതുന്നതൊന്നും അതിന് മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇത് കുറേ ആയി അച്ഛൻ എഴുതുന്നു. പത്മജയുടെയും വിവാഹം കഴിഞ്ഞിട്ട് എത്ര കാലമായി? വിജേഷിന്റെയും 16 വർഷം കഴിഞ്ഞു. ഈ ജനുവരി ആകുമ്പോൾ 17ാമത്തെ വർഷം. ഈ കഴിഞ്ഞ 2024 മാർച്ച് വരെയും വളരെ സന്തോഷത്തോടു കൂടിയായിരുന്നില്ലേ അച്ഛനെ കണ്ടിട്ടുണ്ടായിരുന്നത്? കഴിഞ്ഞ 15 വർഷം കണ്ട ഒരു അച്ഛനാണോ കഴിഞ്ഞ 6 മാസം അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു 7-8 മാസമായിട്ട് താങ്കൾ കണ്ടത്? പത്മജ, ഒരുപാട് മാനസികമായ സംഘർഷം അനുഭവിക്കുന്നതായി തോന്നിയിരുന്നു. തോന്നിയിട്ടുണ്ടായിരുന്നു. അച്ഛന് ഇവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ടായിരുന്നു ബത്തേരി. അവിടെയും പിന്നെ പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് അച്ഛൻ സജീവമായിട്ട് വീട്ടിൽ അങ്ങനെ ഇരിക്കുന്ന ആളായിരുന്നില്ല. കഴിഞ്ഞ മാർച്ച് മുതൽ മെഡിക്കൽ ഷോപ്പിലും പോകുന്നുണ്ടായിരുന്നില്ല. വീട്ടിൽ തന്നെ ഒരു മൂടിയായിട്ട് ഇരിക്കുമായിരുന്നു. എപ്പോഴെങ്കിലേ പുറത്ത് പോകുന്നുണ്ടായിരുന്നുള്ളൂ. പാർട്ടി പ്രവർത്തനങ്ങളിലൊന്നും അത്ര സജീവമായിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വരുന്ന പാർട്ടി ആൾക്കാരുടെ എണ്ണവും കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് സമയത്തൊക്കെ അച്ഛൻ്റെ അടുത്ത് ഇതിന് ആരോപണത്തിൽ പറഞ്ഞൊരു UK പ്രേമൻ എന്ന് പറഞ്ഞൊരു വ്യക്തി മാത്രമേ, അവർ ഡെയിലി എന്ന് പറഞ്ഞ പോലെ നമ്മുടെ വീട്ടിൽ വരുന്ന ആളായിരുന്നു. 1-2 പേര് അച്ഛൻ ആ സമയത്ത് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ. അവർ പകൽ സമയങ്ങളിൽ ഇവിടെ ഉണ്ടാവുകയുണ്ടായിരുന്നു. ഓക്കെ, വിജേഷ്, അച്ഛൻ എപ്പോഴെങ്കിലും ഈ വിവരം മരിക്കുന്നതിന് മുൻപ് വിജേഷിനോട് പറഞ്ഞിരുന്നു? IC ബാലകൃഷ്ണൻ അടക്കം പണം വാങ്ങിയത്, ND അപ്പച്ചൻ, KK ഗോപിനാഥൻ, ഈ പ്രേമൻ, ഇവരൊക്കെ ഉൾപ്പെട്ട ഒരു വലിയ സംഘം തന്നെ ചതിച്ചു, അങ്ങനെ എന്തെങ്കിലും അച്ഛൻ പറഞ്ഞതായിട്ട് ഓർമ്മിക്കുന്നുണ്ടോ വിജേഷ്? ഇതിനിടയ്ക്ക് കുറച്ച് പൈസ ബാങ്കിലൊക്കെ അടയ്ക്കാനുള്ള സമയത്ത് ഇങ്ങനെ പറയുന്നു. അവരെയൊക്കെ ഈ സമീപിച്ചിട്ടുണ്ട്. ഇത്രയും വലിയ ബാധ്യതയുള്ള വിവരം വിജേഷിനെ അറിയിച്ചിരുന്നു അച്ഛൻ? ഈ ഇത്രയും ബാധ്യത പറഞ്ഞിട്ടില്ല. ബാധ്യതേൻ്റെ കണക്കായിട്ട് രീതിയിൽ എന്നോട് സംസാരിച്ചിട്ടില്ല. പക്ഷേ ഒരു ബാധ്യത ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. ഈ IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ മനസ്സിലായി പത്മജ, ഈ IC ബാലകൃഷ്ണൻ അടക്കമുള്ള നേതാക്കൾ ഇതേപോലെ പണം വാങ്ങിയിട്ടുണ്ടെന്നും അവർക്ക് വേണ്ടിയാണ് ഇത്രയും വലിയ കടക്കാരനായതെന്നും എപ്പോഴെങ്കിലും മരിക്കുന്നതിന് മുൻപ് പറഞ്ഞതായി ഓർമ്മിക്കുന്നുണ്ടോ? പത്മജ ഓർമ്മിക്കുന്നുണ്ടോ? ഇല്ല, അച്ഛൻ അങ്ങനെ പാർട്ടി കാര്യങ്ങൾ നമ്മളോട് അങ്ങനെ പറയാറില്ല. പക്ഷെ ഞങ്ങൾ വീട്ടിൽ വന്ന പോലും ഒരു അച്ഛനെ പരിചയമില്ല എന്ന് പറയുമ്പം അത് കുറച്ച് മുന്നേ ഞങ്ങൾ ഒരാഴ്ചയായി കേട്ടിട്ട്. ഞാൻ അവരൊക്കെ ഇവിടെ വന്നിട്ടാണ് കണ്ടത്. അങ്ങനത്തെ ആൾക്കാർ അച്ഛനെ പരിചയമില്ല എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഷോക്കായി പോയിട്ടുണ്ടായിരുന്നു. ഈ ജിജേഷിന്, അതായത് വിജേഷിന്റെ സഹോദരന് ഈ കാര്യങ്ങളൊക്കെ അറിയാമായിരുന്നു? ഇല്ല, അവനങ്ങനെ അത്രയും ഒരു ഇതുള്ള പക്വതയുള്ള കുട്ടിയായിരുന്നില്ല. ഇവർ രണ്ടുപേരും ഈ വിഷം കഴിക്കാനുള്ള കാരണം മനസ്സിലാവുന്ന രീതിക്കുള്ള ഒരാളായിരുന്നു. ലാസ്റ്റ് സമയമായപ്പോഴേക്കും അവനും ഇവിടെ ബാങ്കിൽ ജോലിക്ക് പോയിണ്ടായിരുന്നു. അവന്റെ ജോലിയും എന്തോ ഈ ഒരു പ്രശ്നം കൊണ്ട് പോയതാണ്. അതിനുശേഷം അവനൊരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടായിരുന്നു. സ്വതവേ അവന് സംസാരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുള്ള കൂട്ടത്തിലായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ചൊരു താമസം ഉള്ള കുട്ടിയായിരുന്നു. പക്ഷേ ഈ ആക്സിഡന്റോട് കൂടിയിട്ട് അവന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ ഇതായി. കണ്ണിനൊക്കെ ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ അവന് നടക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒറ്റയ്ക്ക് നടക്കാനും ഭക്ഷണം കഴിക്കാൻ വരെ അവനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു.